കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നാണ് എനിക്ക് സാറിന് ചോദിക്കാനുള്ളത്. കാരണം ഒരിക്കലും ബി ജെ പിക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ പോലെയല്ല ഗുണ്ടായിസത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റം നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് ത്രിപുര, അത് കഴിഞ്ഞ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ. ഇത് പിടിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിന് എന്തുകൊണ്ട് ബി ജെ പിക്ക് പിടിക്കാൻ കഴിയില്ല? ത്രിപുരയിലെയും ബംഗാളിലെയും രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലം കേരളത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. അതുമാത്രമല്ല, അവിടുത്തെ റിലീജിയസ് ഡെമോഗ്രഫി നമ്മൾ പഠിക്കണം. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഹിന്ദു ജനസംഖ്യ മറ്റുള്ളവരെ അപേക്ഷിച്ച് അധികമായിരുന്നു. അവർക്ക് എപ്പോഴും ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു ഹിന്ദു ജനസംഖ്യയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു കൺസോളിഡേഷനും പിന്നെ അതിനൊപ്പം തന്നെ വിദ്യാഭ്യാസവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് സി പി എമ്മിൻ്റെ ഭരണത്തിൽ നിന്ന് അകറ്റാനും അവിടെ വിജയിക്കാനും സാധിച്ചു. അതിൽ സി പി എം കുറേ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിരുന്നു. 1977 തൊട്ട് 2011 വരെ ഭരിച്ച കാലത്ത് സി പി എം വളരെ മൃഗീയമായ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരുന്നത് ജനങ്ങൾക്കെതിരെ. അപ്പോൾ അത് ഒരു പരിധി വരെ ബി ജെ പി മുതലാക്കി. ബി ജെ പിക്ക് വേണ്ടി വളരെയധികം അധ്വാനിക്കാൻ കഴിവുള്ള നേതൃത്വ നിര ബംഗാളിലുണ്ടായി. അത് ത്രിപുരയിലും അതേപോലെ തന്നെയാണ് നടന്നത്. ത്രിപുരയിൽ കോൺഗ്രസും ബംഗാളിലെ കോൺഗ്രസിനും പറ്റിയ അപജയം, അഴിമതി, സ്വജനപക്ഷപാതം, പോലീസ് ലോക്കപ്പ് മർദ്ദനം, തൊഴിലാളികളെ മർദ്ദിക്കൽ, ഇതെല്ലാം തന്നെ ബംഗാളിലെ സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്കൊരു അവേർഷൻ ഉണ്ടായി. അപ്പോൾ അവർ നോക്കിയപ്പോൾ ബി ജെ പി ഒരു നല്ല ഓൾട്ടർനേറ്റീവായിട്ട് തോന്നി. ഒരു കാര്യം ഓർക്കണം, ബി ജെ പി ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അപ്പോൾ ഹിന്ദുക്കൾ ബി ജെ പിയിൽ അഭയം കണ്ടെത്തി. അങ്ങനെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ബംഗാളിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് കാലക്രമേണ ജനങ്ങൾ ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയതും അങ്ങനെ ബി ജെ പി ഇപ്പോൾ അധികാരത്തിലെത്തിയതും. ഇത് എത്ര വർഷം മുമ്പ് തുടങ്ങിയതാണ് ബി ജെ പിയുടെ. ആദ്യകാലങ്ങളിലൊന്നും ബി ജെ പി അത്ര ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല ബംഗാൾ. പക്ഷേ 2014 ശേഷമാണ് അവർ വളരെ ആക്റ്റീവായിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ആ ക്യാമ്പയിൻ ഇഫക്റ്റീവായത് എന്ന് ചോദിച്ചാൽ, മമതാ ബാനർജി മാർക്സിസ്റ്റുകളെ ഒതുക്കാൻ വേണ്ടി ഇസ്ലാമിക് തീവ്രവാദികളെയും ഭീകരവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും കൂട്ടുപിടിച്ചു. അങ്ങനെയാണ് അവിടെ ഈ തൃണമൂൽ കോൺഗ്രസ് 2011 അധികാരത്തിൽ വരുന്നത്. പക്ഷെ അതിന് ശേഷം അധികാരം കിട്ടി, അധികാരത്തിൻ്റെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മമതാ ബാനർജി അത് നിലനിർത്താൻ വേണ്ടി എന്ത് ലെവലിലേക്കും താഴുവാനായിട്ട് തയ്യാറായി. സർ, പക്ഷെ കോടിക്കണക്കിന് മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്നതും ബംഗാളിൽ തന്നെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും ഇതെല്ലാം അവിടെ നിലനിൽക്കവേ അതിനെ പരാജയപ്പെടുത്തി ആ ഒരു പോപ്പുലേഷനെ തോൽപ്പിച്ച് വരാമെങ്കിൽ കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷനെ, ആ കൺസോൾട്ടേഷനെ മറികടക്കാൻ ബി ജെ പിക്ക് കഴിയില്ലേ? നോക്കൂ, അവിടെ SIR പ്രകാരം 90 ലക്ഷം പേരുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കിയത്. അതോടുകൂടി മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ പരാജയം അതായി. അവർ ഇതുവരെ നിലനിന്നിരുന്നത് മുഴുവൻ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ബംഗ്ലാദേശി മുസ്ലിങ്ങളും റോഹിംഗ്യ മുസ്ലിങ്ങളും വോട്ട് ചെയ്തിട്ടാണ് അവരവിടെ പിടിച്ചു നിന്നത്. ആ വോട്ടർമാരെ സഹായിക്കാൻ വേണ്ടി അവർ വ്യാജ എന്താ പറയുക, ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും ഐഡൻറ്റിറ്റി കാർഡുകളും നിർമ്മിച്ചു കൊടുത്തു. സംസ്ഥാന ഭരണത്തിൽ അവർക്കുണ്ടായിരുന്ന സ്വാധീനം അവർ നന്നപോലെ ഉപയോഗിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എത്ര മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥരെയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് പ്രിയൻ അറിയില്ലേ? 165ഓളം ഉദ്യോഗസ്ഥന്മാരെ, മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ. അത് ചീഫ് സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, സ്റ്റേറ്റ് പോലീസ് ചീഫ് ഉണ്ട്, അഡീഷണൽ DGP ഉണ്ട്, ഇൻ്റലിജൻസ് DGP ഉണ്ട്, പിന്നെ എത്രയോ സൂപ്രണ്ട് ഓഫ് പോലീസുമാരെയും എത്രയോ പോലീസ് കമ്മീഷണർമാരെയും ജില്ലാ കളക്ടർമാരെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി
നിർത്തി പകരം ഉത്തർപ്രദേശിൽ നിന്നും എന്താ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് ചുമതല അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ന്യായപൂർവമായ നീതീകരിക്കാവുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി വലിയ അക്രമമൊന്നും ഇല്ലാതെ തന്നെ 2 ഘട്ടത്തിലായിട്ട് നടത്താൻ കഴിഞ്ഞത്. അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തു BJPക്കാർ. അവിടെ നല്ല ബുദ്ധിയുള്ള പ്രവർത്തകരുണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു BJPക്ക്. അത് ത്രിപുരയിലും അതുപോലെ തന്നെ, ആസാമിലും അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള നേതൃത്വ ഗുണമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ 2 ടേമിലായി അദ്ദേഹം BJPയെ നയിക്കുന്നു, BJPയുടെ മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് സാധിക്കുന്നത് പോലെ അദ്ദേഹത്തിന് മാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള നേതൃത്വം കേരളത്തിലുണ്ടോ? പിന്നെ കേരളത്തിലെ ജനസംഖ്യ ഒരു വലിയ ഘടകമാണ് പ്രിയൻ. കേരളത്തിലെ BJP എന്ന് പറയുന്ന 50% താഴെയാണ്. ഹിന്ദുക്കൾ 50% താഴെയാണ്. ഈ 50% താഴെ ജനസംഖ്യയുള്ള ഹിന്ദുക്കളാകട്ടെ അവരുടെ അലിജിയൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാനായത് അവരുടെ എന്താ പറയുക ഹിന്ദു കൺസോളിഡേഷൻ ആ മണ്ഡലങ്ങളിൽ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ്. അതേസമയം മറ്റ് മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല? പാലക്കാടൊക്കെ മുസ്ലിം കൺസോളിഡേഷൻ 49,000 മുസ്ലിംസ് ഉണ്ട് പാലക്കാട് നഗരസഭയിൽ. അവർ മുഴുവൻ കോൺഗ്രസിനോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യുകയുള്ളൂ. BJPക്ക് അവരാരും വോട്ട് ചെയ്യില്ല. ക്രിസ്ത്യാനികൾ ഇതേപോലെ തന്നെ. ഇനി ഞാൻ കൂടുതൽ ക്രിസ്ത്യാനികൾ എങ്ങനെ വോട്ട് ചെയ്യണു എന്നുള്ളതിനെ പറ്റി പറയണില്ല കേരളത്തിൽ. കാരണം അവർ മറ്റേ ഈ ബിഷപ്പുമാരും പിന്നെ കർദിനാൾമാരും ഈ അലവലാദികൾ പറയണത് മാത്രം കേട്ടേ വോട്ട് ചെയ്യുള്ളൂ. അവർക്ക് പള്ളീനെ വിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പള്ളീനെ വിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവസാനം അവർക്ക് തെമ്മാടിക്കുഴിയിൽ തന്നെ അവരെ അടക്കം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പല സോഷ്യൽ ഘടകങ്ങൾ, സാമൂഹ്യ ഘടകങ്ങൾ അവരെ പിന്തിരിപ്പിക്കും. പിന്നെ അത് മാത്രമല്ല, അവരെ വളർത്തുന്നത് സൺഡേ സ്കൂളിൽ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം മുഴുവൻ ഹൈന്ദവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പിന്നെ അവരെങ്ങനെ BJPക്ക് വോട്ട് ചെയ്യും? ക്രൈസ്തവർ ചെയ്യില്ല. ഇപ്പോൾ പിന്നെ ക്രൈസ്തവർ കുറച്ച് പേര് BJPയിൽ വന്നിട്ടുണ്ടെങ്കിൽ യു ഫർഗെറ്റ് അബൌട്ട് PC ജോർജ് ആൻഡ് ഷോൺ ജോർജ്. അവരെ മാറ്റി നിർത്തുക 2 പേര് എക്സെപ്ഷണൽ കേസസ് ആണ്. ബാക്കിയുള്ള ക്രൈസ്തവർ BJPയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ചില സംഘടനകളുണ്ട്, ക്രിസംഗി എന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കണം, ശുദ്ധ തട്ടിപ്പാണ്. ഇത് പള്ളിയിലെ സഭാ നേതൃത്വം തന്നെ നിയോഗിച്ചേക്കുന്നതാണ് ഇവരെ ട്രോജൻ കുതിരകളായിട്ട്. നിങ്ങൾ BJPയിൽ കടന്നുകൂടി നശിപ്പിക്കുക BJPന്. അത് വെച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതല്ലാണ്ട് ഇവരൊക്കെ എവിടെയായിരുന്നു? 2014 മുമ്പ് ഇവരെയൊന്നും കണ്ടിട്ടില്ലല്ലോ. 2019 19 അനുബന്ധിച്ചിട്ടല്ലേ ഇവർ വന്നത്. അപ്പോൾ BJPനെ നശിപ്പിക്കാൻ വേണ്ടി ട്രോജൻ കുതിരകളാക്കി കുറേ പേരെ പള്ളിയിൽ നിന്ന് അയച്ചു വിട്ടിട്ടുണ്ട്. അതാണ് അവർക്ക് ലവ് ജിഹാദിന്, ഏതാനും ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയമായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പേരിൽ അവർ മുസ്ലിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ അവർക്ക് പേടിയാണ്. മനസ്സിലായില്ലേ? അവർ പിടിച്ച് നമ്മുടെ ജോസഫ് സാറിനെ കണ്ട പോലെ കൈയും കാലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ മുറിച്ചെടുത്തുകൊണ്ട് പോകും അവർ. അപ്പോൾ ആ പേടി കാരണം അവർ ഹിന്ദുക്കളെ സമീപിച്ചു. കാരണം അടി കൊള്ളാണ് ഹിന്ദുക്കൾ മേടിച്ചോളൂല്ലോ, ഞങ്ങൾ കൈയും കിട്ട് നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഈ ക്രിസംഗി എന്ന് പറഞ്ഞ് നടക്കുന്ന ശുദ്ധ തട്ടിപ്പുകാരാണ്. ഒരു ക്രിസംഗി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ വോട്ട് ചെയ്തതിലുണ്ടല്ലോ ഇവാഞ്ചലിസ്റ്റുകളാണ് നിങ്ങളെ പറ്റിച്ചത്, ഞങ്ങളൊന്നും പറ്റിച്ചിട്ടില്ല, ഞങ്ങളെന്നും BJPക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന്. ഈ പാലയിലും പിന്നെ പൂഞ്ഞാറിലും ഉള്ളത് മൊത്തം ഇവാഞ്ചലിസ്റ്റുകളാണോ? ഇവാഞ്ചലിസ്റ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഇവാഞ്ചലിസ്റ്റാണ്, അത് മനസ്സിലാക്കണം. പള്ളിയിലച്ചന്മാർ മാരകമായ ഇവാഞ്ചലിസ്റ്റുകളാണ്, കന്യാസ്ത്രീകൾ അതിലും വലിയ മാരകമായ ഇവാഞ്ചലിസ്റ്റുകളാണ്. അവരുമാരി ചിരിച്ചും ചിരിച്ചും നമ്മളെ മയക്കി അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനാണ് ശ്രമിക്കുക, പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ. എന്താവശ്യത്തിനാണ് ഛത്തീസ്ഗഡിലേക്ക് ഇവിടെ നിന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 2 കന്യാസ്ത്രീകളെ ജാമ്യത്തിലെടുക്കാൻ പോകേണ്ട ആവശ്യം എന്തായിരുന്നു? അവരവിടെ കുറ്റം ചെയ്തു, ആ കുറ്റത്തിൻ്റെ പുറത്താണ് അവരെ അറസ്റ്റ് ചെയ്തത്. മതപരിവർത്തന നിരോധന ബില്ലിനെ ഓവർകം ചെയ്തു, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇതിനൊക്കെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ പോയി ജാമ്യത്തിലെടുക്കാൻ പോയി.
അതുകൊണ്ട് പ്രയോജനം ഉണ്ടായോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മണിപ്പൂരിൽ നടന്ന എന്തായിരുന്നു? മണിപ്പൂരിൽ നടന്ന വംശീയ കലാപമാണ്, അല്ലാണ്ട് ഒരു ഇതൊന്നുമല്ല. ഇവിടെ പറഞ്ഞു വരുത്തിയത് എന്താ? ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ ആക്രമിക്കണമെന്ന് പറഞ്ഞ് നടക്കണം. അപ്പോൾ ക്രിസ്ത്യാനികളിൽ നിന്നും ഒരിക്കലും BJP വോട്ട് പ്രതീക്ഷിക്കേണ്ട, സഹകരണം പ്രതീക്ഷിക്കേണ്ട. അവർ സഹകരിക്കില്ല, അവർ നശിപ്പിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്നതാണ്. ഓരോരുത്തർ പറയും, ഞാൻ അജിത് ഡോവലിൻ്റെ അടുത്ത ആളാണ്, അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നാണ് ഉപദേശം തരണേ എന്നൊക്കെ പറയുന്ന പല ക്രൈസ്തവ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ അജിത് ഡോവലിനെ പറ്റി 2014 ശേഷം ഇവർ കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ട്രോജൻ കുതിരകളാണ് ഇവർ. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾ അവരുടെ ബേസിക് റൂൾ തന്നെ പറയുന്നത് ഖുറാനിൽ വിശ്വസിക്കാത്തവരെ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതാണ്. അത് മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും സംഘടിതമായിട്ടാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ ഇഷ്ടമല്ല. ക്രിസ്ത്യാനികൾക്ക് പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. മുസ്ലിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായിട്ട് 1.5-2 അടി മുന്നിട്ട് നിൽക്കുകയാണ്. ഉടനെ അവരെ ഒതുക്കണം. ഇവരുടെ ഈ ക്രൈസ്തവരുടെ കുറേ ബിസിനസ് താല്പര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മുസ്ലിങ്ങൾ അഗ്രസീവായിട്ട് കച്ചവടം ചെയ്യുന്നത് കാരണം. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ വന്ന് ഈ എന്താ പറയണ, ഇവിടെയുള്ള യൂസുഫ് അലീനെയൊക്കെ പറ്റി വേണ്ടാത്ത നുണ പറയണം. ലുലു അയാൾ കടയിൽ ഹിന്ദു വനിതകളെയും ക്രിസ്ത്യൻ വനിതകളെയും എംപ്ലോയ് ചെയ്യും, എന്നിട്ടത് മുസ്ലിം പയ്യന്മാരെ കൊണ്ട് കെട്ടിക്കും, അവരെ ലവ് ജിഹാദിന് വിധേയം. ഇത് ശുദ്ധ ആഭാസത്തരല്ല അങ്ങനെയൊക്കെ പറയണം. ആ മനുഷ്യൻ അങ്ങനെയാണ് UP പോയിട്ട് ബിസിനസ് തുടങ്ങിയത്. അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, അയാളുടെ ബിസിനസ് ഗ്രോത്ത് തടയുക. അതിനുവേണ്ടി ക്രൈസ്തവർ നടത്തുന്ന മറ്റൊരു ഇടപാടാണ്, അതും ഈ ഹിന്ദുക്കളെ മറയാക്കിക്കൊണ്ട്. എത്രയോ ഹിന്ദുക്കൾക്ക് അയാൾ ജോലി കൊടുത്തിരിക്കുന്നു. യൂസഫ് അലി ഈസ് എ ബിസിനസ് ബാരൺ. അയാൾക്ക് ഇതിലൊന്നും എന്താ പറയുക താല്പര്യമൊന്നും ഉണ്ടാവില്ല. പാവം, വല്ല അയാളുടെ സ്വന്തം വിമാനത്തിൽ അയാൾ വരണു പോകണം, ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാവണില്ല. എന്നിട്ട് എവിടെയെങ്കിലും എല്ലാം ആർക്കെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം വന്നു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വാരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ. ഇപ്പം എനിക്ക് അയാളുടെ അടുത്ത് നിന്ന് ഞാൻ ചായ മേടിച്ചു കുടിക്കാനൊന്നും പോകണില്ല. പക്ഷെ ഒരാളെ ഇത് അൾട്ടീരിയർ മോട്ടീവ് കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ BJP-ക്കാർ ഈ യൂസഫ് അലിക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് BJP-ക്കാരും അയാളും തന്നെ ആയിക്കൊള്ളൂ. ക്രിസ്ത്യാനികൾ ദൂരെ നിന്ന് കൈമാറി കണ്ട് രസിച്ചുകൊണ്ടിരിക്കും. ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ക്രിസ്ത്യാനി പെൺപിള്ളേർ 2-3 പേര് ഓടിപ്പോയിട്ടുണ്ടാവാം മുസ്ലിങ്ങളുടെ കൂടെ, അത് സത്യമായിരിക്കാം. പക്ഷെ അതിന് അവർ നേരിട്ട് ഇതാക്കണം പോയിട്ട്. അതല്ലാതെ ഹിന്ദുക്കളെ മറയാക്കിക്കൊണ്ട്, ഹിന്ദുക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ കച്ചവടം, അത് ശരിയാവില്ല. അത് എനിക്ക് ഈ വർഗത്തിന് എന്താ മൊത്തം ഭയമാണ് എനിക്ക്. കാരണം ഇവർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സാർ ഇപ്പോൾ പറഞ്ഞു വരുന്നതാണെങ്കിൽ കേരളത്തിൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയില്ല. സാധ്യതയുണ്ട്. കേരളത്തിലെ BJP ഇപ്പം എത്ര ശതമാനമുണ്ട്? കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 40-45-48%. 50% ഒരുമിച്ച് വോട്ട് ചെയ്താൽ കിട്ടുമല്ലോ. BJP-ക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിന് വർക്ക് ചെയ്യണം. അതിന് ഹിന്ദുക്കൾ തന്നെ നേതൃത്വം കൊടുത്ത് കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു ധാരണ വേണം. ഈ BJP എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു നേതൃത്വ നിരയാണ് BJP-ക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ഒരു അവർക്ക് വേണ്ടത് പദവിയാണ്. ഇപ്പോൾ ഇത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ക്രിസ്ത്യാനികളെ BJP-യിലേക്ക്, നിങ്ങൾ അവിടെ പോയി നിന്നോ, അവിടുത്തെ വിവരമൊക്കെ ചോർത്തി തന്നാൽ മതി, നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ പ്രിയന്? അപ്പോൾ ഈ എന്താണ് പിന്നെ 30 വർഷത്തിനുള്ളിൽ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ 30 വർഷത്തിനുള്ളിൽ മുസ്ലിം ലീഗ് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയണത് അതൊക്കെ ശുദ്ധ ഭോഷ്കാണ്. എനിക്ക് യാതൊരു വിശ്വാസമില്ല. രാഷ്ട്രീയത്തിൽ നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ ഒരു മനുഷ്യനും പറ്റൂല. ഇന്നേരത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടില്ല ഇന്നേ വരെ. ഇപ്പം ആരെങ്കിലും വിചാരിച്ചിരുന്നോ തമിഴ്നാട്ടിൽ AIADMK DMK തമ്മിൽ സഖ്യം വരുന്ന? വാർത്തയ്ക്ക് സ്ഥിരീകരണം കിട്ടിയിട്ടില്ലെങ്കിലും വാർത്തയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട് സ്റ്റാലിൻ. അത് നടക്കൂല. ഇപ്പം ഇവിടെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് 1-2 സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്, അവർ മദ്രസയിലും പള്ളിയിലും പറയുന്ന ഇതനുസരിച്ചിട്ട് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്വാൻ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, നിങ്ങൾ ഏതോ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ജെൻസി ഉണ്ടല്ലോ, ജെൻസി, അവർ മൊത്തം ഹിന്ദുക്കൾക്ക് BJP-ക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ കഴിഞ്ഞ അവസാനം ഗോപി ഇതോടെ പിച്ചു വിട്ടു. ഹിന്ദുക്കളെ മറ്റേ BJP-നെ തേച്ച് ഒട്ടിച്ച് ചുമരിൽ ഒട്ടിച്ച് വെച്ചേക്കുക തേച്ചലക്കിയിട്ട്.
ഇപ്പം പറയുമല്ലോ, ഇപ്പം വേറെ വല്ല കണക്കുകളായിട്ടായിരിക്കും വരാൻ പോണ. 30 വർഷം കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നേതൃത്വം നിര ഉണ്ടാവും എന്നൊക്കെ. ഒന്നുമില്ല. ഹിന്ദുക്കളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു രാജ്യമാണിത്. അതല്ലാതെ മറ്റേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും BJPക്ക് വോട്ട് ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞ് വോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ശുദ്ധ അസംബന്ധമാണ്, നോൺസെൻസ്. അത് മാത്രമല്ല, BJP അധ്വാനിക്കണം, BJP ജയിക്കണം, അധികാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ BJP അധ്വാനിക്കണം. BJPക്ക് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബൂത്ത് കമ്മിറ്റി ഉണ്ടോ BJPക്ക് ബൂത്ത് കമ്മിറ്റിയില്ല, ഒരുത്തനുമില്ല. ഒരു പെരുമ്പാവൂർ ടൗണിൽ, അല്ല അങ്കമാലി ടൗണിൽ, കാലടി ടൗണിൽ BJPയുടെ നേതൃത്വ നിലയിലുള്ളവർ ആരാണെന്ന് അവർ ഹിന്ദുക്കളെ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. 1-to-1 റിലേഷൻ അതൊരു വലിയ പ്രശ്നമാണ്. ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. പള്ളിയിൽ പോകുമ്പോൾ അവർ പറയും നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന ആളെ കോണ്ടാക്ട് ചെയ്യണമെന്ന്. മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും, ഏത് വലിയ ധനാഢ്യനാണെങ്കിലും ഏത് പിച്ചക്കാരനാണെങ്കിലും അവർ വെള്ളിയാഴ്ച ദിവസം നമാസിന് പള്ളിയിൽ പോകുന്നുണ്ടാവും. പള്ളിയിൽ നിന്ന് അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യും. മനസ്സിലായല്ലേ? ഹിന്ദുക്കളെയൊക്കെ സൂക്ഷിക്കണം, അവന്മാർ കള്ളന്മാരാണ്, നിങ്ങൾ അവരുമായിട്ട് ഇടപെടരുതിട്ടോ എന്നുള്ള നിർദ്ദേശം അവർ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയാണ്, ഏത് ഹിന്ദുവിൻ്റെ അടുത്താണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടൂല. പോയി അമ്പലത്തിൽ പ്രസാദം നിന്ന് ആ പ്രസാദം തന്നെ ഇതുപോലെ ഇപ്പം കടകംപള്ളി കാണിക്കണമല്ലോ, അത് മേടിച്ച് കഴിഞ്ഞിട്ട് ദൂരെ കാട്ടിക്കളയും. അയ്യോ ഞാൻ തൊടൂല എന്നും പറഞ്ഞുകൊണ്ട്. ഇതിൽ BJP അല്ല, അങ്ങനെ അധികാരത്തിൽ വരാനൊന്നും പറ്റുമൊന്നുമില്ല. അധികാരത്തിൽ വരണമെങ്കിൽ അധ്വാനിക്കണം. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ കാലിഫോർണിയയിൽ പോയി പഠിച്ചാണ് ഞാൻ പറയാം. എന്താ അധ്വാനിച്ച് തീർച്ചയായിട്ടും വരാം. അത് ഹിന്ദുക്കളുടെ ഇടയിൽ അധ്വാനിക്കണം. മറ്റവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ദേ വിൽ നെവർ ലിസൺ ടു യു. അവർ എബ്രഹാമിക് റിലീജിയൻ്റെ ഭാഗമാണ്, സെമിറ്റിക് മതങ്ങളാണ്. അവർക്കൊരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ട്. പള്ളിയിലെ ബിഷപ്പും മെത്രാനും മറ്റേ കപ്പ്യാരും പറഞ്ഞതനുസരിച്ച് അവർ ജീവിക്കുള്ളൂ. എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു. ഫാദർ ബെനഡിക്റ്റ് ഓടംകുളം എന്ന് പറഞ്ഞ ഒരു മറിയക്കുട്ടിയെ തല്ലിക്കൊന്ന് അയാളെ കീഴ്ക്കോടതി എന്താ പറയണ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഹൈക്കോടതി ഇടപെട്ട് അയാളെ വെറുതെ വിട്ടു. അതുപോലെ എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കണം. അവർ പൊളിറ്റിക്കലി ദേ ആർ വെരി പവർഫുൾ. ദേ ക്യാൻ ഡു എനിത്തിങ്. അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ ന്യൂനപക്ഷമാണ്, അവർക്ക് പ്രത്യേക അവകാശം ഉണ്ടെന്ന് അവരെ അടിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് അവർ. എന്നാൽ നിയമപരമായി ഒന്നുമില്ലാതാനും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, CNN എന്ന് പറയുന്ന വാർത്താ ചാനലിൽ വന്നിരിക്കുകയാണ്, ഇന്ത്യയിലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നും പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനും ആ വാർത്തയ്ക്ക് എതിരായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ അറ്റാക്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി കുറ്റം ചെയ്ത ആളാണെങ്കിൽ കൂടി അയാളെ അറസ്റ്റ് ചെയ്ത് നോക്കൂ. ഇന്ത്യയിൽ ന്യൂനപക്ഷം അപകടത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അവരുടെ എക്കോസിസ്റ്റം വഴി അവർ വാർത്ത പ്രചരിപ്പിക്കും. അത് മനസ്സിലാക്കണം. ദിസ് ഈസ് എ വാർ. ഇത് ഓൾ ഔട്ട് വാറാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ എത്ര പള്ളിയിലച്ചന്മാരുണ്ടോ, എത്ര ബിഷപ്പുമാരുണ്ടോ, എത്ര മെത്രാന്മാരുണ്ടോ, ഇവന്മാർ മുഴുവൻ ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാട്ടിൽ എത്ര മുള്ളമാരുണ്ട്, എത്ര മുക്രിമാരുണ്ട്, എത്ര മറ്റേ മൗലവിമാരുണ്ടോ, അവരും മുഴുവൻ ഹിന്ദു വിരുദ്ധതയാണ് അവർ പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കണം. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഹിന്ദു വിരുദ്ധതയാണ്. അത് തന്നെയല്ലേ അവർ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരു മുസ്ലിമും, യു മാർക്ക് മൈ വേർഡ്സ് പ്രിയൻ, ഞാനിപ്പോൾ പറയുന്നു 2026 മെയ് മാസത്തിൽ ഞാൻ പറയുന്നു, ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും BJPയുടെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യില്ല, അവർക്ക് വോട്ടും ചെയ്യില്ല. ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും എല്ലാ ഹിന്ദുക്കളും എന്താ പറയുക, അബ്ദുള്ളമാരും പിന്നെ തോമസ് കുട്ടിയും പിന്നെ മറിയക്കുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ദുഃഖസത്യം.